ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ സമുദായം വിശുദ്ധ ഖുർആനിനെ ഹജ്ർ ചെയ്തു, അവജ്ഞയോടെ അവഗണനയോടെ കണ്ടു എന്ന ഒരു പരാതി പറയുന്ന രംഗം വരാനിരിക്കുന്നത് മഹ്ശർ. അത് ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിനെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാകും, കുറെ ആളുകൾ അങ്ങനെ ഉണ്ടാകും. അതാണ് പരാതി വരാൻ പോകുന്നത്. ക്രിസ്തീയ സമൂഹം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇഞ്ചീൽ അതിനെന്തെല്ലാമോ തഹരീഫുകൾ സംഭവിച്ചു. ഇന്ന് അവരുടെ കയ്യിൽ ചില എഴുത്തുകൾ ഉണ്ട്. അതിനെ അവർ കരുതുന്നു, അവർ വിശ്വസിക്കുന്നു അത് തന്നെയാണ് കിതാബും മുഖദ്ദസ് എന്ന്. അവരുടെ ആ വിചാരം ശരിയോ തെറ്റോ എന്നതിലേക്കല്ല പോകുന്നത്. ഇത്രയും വലിയ ഒരു പരിഷ്കൃത രാജ്യത്ത്, ലോകത്ത് ഏറെക്കുറെ എല്ലായിടങ്ങളിലും പുതിയ നാഗരികത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഉസ്താദുമാരായിരുന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ, അവരുടെ മഹാരാജാവിൻ്റെ പട്ടാഭിഷേകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ കിതാബും മുഖദ്ദസാണ് എന്ന് കരുതുന്നതിനെ ആരല്ല വായിക്കേണ്ടത്? ഇതുപോലെ ഒരു വിദ്യാർത്ഥി വന്നിട്ടല്ല വായിക്കുന്നത്, മറിച്ച് പ്രധാനമന്ത്രിയാണ്. മഹാരാജാവ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കേണ്ട അവിടുത്തെ പ്രധാനമന്ത്രിയാണ് പേജുകൾ വായിക്കേണ്ടത്. അപ്പോൾ അവർ കിതാബ് മുഖദ്ദസ് ആണെന്ന് പറയുന്നതിനെ ഒരിക്കലും മഹ്ജൂർ, അവഗണിക്കപ്പെട്ടത് എന്ന നിലക്ക് അവർ കൈകാര്യം ചെയ്യുന്നില്ല. അവരുടെ കയ്യിലിരിക്കുന്നത് കിതാബ് മുഖദ്ദസ് ആണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം. അവരുടെ ആ നിലപാട് ആലോചിച്ചത്. നമ്മുടെയും നിലപാട് ഹക്കായ കിതാബ് മുഖദ്ദസായ വിശുദ്ധ ഖുർആൻ ഒരിടത്തും ഹജ്ർ ചെയ്യപ്പെടുന്നൊരവസ്ഥയുണ്ടാവരുത്. എവിടെയൊക്കെയാണ് നമുക്കത് പ്രകടിപ്പിക്കേണ്ടത്? നമുക്കിതുപോലെയുള്ള പട്ടാഭിഷേകങ്ങളിൽ മാത്രമല്ല, അതുപോലെയുള്ള രാജപദവികളിൽ മാത്രമല്ല, ചെറിയ തട്ടിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഹജ്ർ ഒഴിവാക്കണം. അതേതാ ചെറിയ തട്ട് എന്ന് പറയുന്നത്? ഒന്നാമതായി യാമമൂത്ത് എന്നുള്ളതിനെ തന്നെ എടുക്കാം. ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ മരണം നടന്നു കഴിഞ്ഞാൽ പള്ളിപ്പറമ്പിൽ നേരത്തെ ഉണ്ടായിരുന്നു 7 ദിവസം തുടർച്ചയായും കൊണ്ട് രാവും പകലും മുറിയാതെയുള്ള ഓത്ത്, ഖബറിങ്ങൾ വെച്ചുകൊണ്ടുള്ള ഓത്ത്. ഇന്ന് അത് ഇല്ലാതെ പോയി എങ്കിൽ അവിടെ പറയേണ്ടിവരില്ലേ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന്? വിശുദ്ധ ഖുർആനിനെ ഇതുപോലെയുള്ള യോഗം നടക്കുന്ന അവസരത്തിൽ സ്വരമാധുര്യമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നുകൊണ്ട് മൈക്കിലൂടെ ഒരു 5 or 6 ആയത്ത് ഓതുക എന്നതുകൊണ്ട് മാത്രം ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറയുന്ന ആ പരാതി ഒഴിവായി കിട്ടുമോ? ഇല്ല. അത് വേണം. എന്നാൽ ഹജ്റിന്റെ ഒരു മേഖലയാണ് യാമമൂത്ത് നിന്നുപോയി പലയിടങ്ങളിലും എന്നുള്ളത്. അതെങ്ങനെ വേണം? കുറ്റക്കൂലിക്ക് എന്ന രൂപത്തിലായാൽ പറ്റില്ല. ഫൈദാ ഖറഅനാഹു ഫത്തബിഉൽ ഖുർആന, ഞാൻ എങ്ങനെയാണോ ഓതിത്തന്നത് അതേ ഖിറാഅത്ത് ഫോളോ ചെയ്യണമെന്നാണ്. അതായത് തജ്വീദോടുകൂടെ ഓതണം. ഒരു അറബി പേപ്പർ വായിക്കുന്നത് പോലെയോ അറബി ടെക്സ്റ്റ് പുസ്തകം ടെക്സ്റ്റ് വായിക്കുന്നത് പോലെയോ ഖുർആൻ ഓതരുത്. വറത്തിലിൽ ഖുർആന തർത്തീല, അക്ഷരങ്ങൾ അതിൻ്റെ സ്ഫുടതയോടുകൂടെ അവതരിപ്പിക്കണം. മദ്ദുകളും ഉന്നത്തുകളും അത് വേണ്ടിടത്ത് വേണ്ടതുപോലെ ചെയ്യണം. അപ്പോൾ മാത്രമേ ഫത്തബിഉൽ ഖുർആന ഇദാ ഖറഅനാഹു, ഞാൻ ഓതിയാൽ ഫത്തബിഉ, നീ ഫോളോ ചെയ്തു കൊള്ളണം. ഖുർആനഹു എന്നാൽ ഖിറാഅത്തഹു, എൻ്റെ ഓത്തിൻ്റെ അതേ ഷേപ്പ്, അതാ തജ്വീദ് നിർബന്ധമാണെന്ന് പറയുന്നതിനുള്ള തെളിവ്. അപ്പോൾ ആ രൂപത്തിൽ മരിച്ച വീട്ടിലുള്ള യാസീനോത്ത്, മരണാസന്നന്റെ അരികിൽ വെച്ചുകൊണ്ടുള്ള സൂറത്തു റഅദിന്റെ ഓത്ത്, മറമാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തബാറക്കയുടെ ഓത്ത്, അതൊക്കെയും തിരക്ക് പിടിച്ചുകൊണ്ടുള്ളതായ ഓടിപ്പാച്ചിലല്ല, മറിച്ച് റത്തിലിൽ ഖുർആന തർത്തീല,
സാവകാശമായും കൊണ്ടുള്ള ഓത്ത് അത് നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമേ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന പരാതിയിൽ നിന്ന് മുക്തി വരികയാണ്. അത് ലഫ്ളിയായ ഹജർ ഒഴിവായി കിട്ടും. എന്നാൽ മാനവിയായിട്ടുള്ള ഹജറുണ്ട്. മാനവിയായ ഹജർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6000-ൽ പരം ആയത്തുകളുള്ളതിൽ കേവലം 500-ന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ട് മുകളിൽ അത്രയും ആയത്തുകളിൽ മാത്രമേ അല്ലാഹു തആല അഹ്കാം ഫിറ്റ് ചെയ്തു വെച്ചിട്ടുള്ളൂ. ബിരിയാണിക്കകത്ത് കോഴിമുട്ട ഒളിപ്പിച്ചു വെക്കുക എന്ന് പറയുന്നത് പോലെ ഈ 6000-ൽ പരം ആയത്തുകളിൽ 500 എണ്ണത്തിന്റെ ഉള്ളിൽ മാത്രമാണ് അഹ്കാം ഒതുക്കി വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പറയാനും ഹിസ്റ്ററി പറയാനും പിന്നെയോ ഹിയർ ആഫ്റ്റർ ലൈഫ് മരണാനന്തര ജീവിതം പറയാനുമുള്ളതാണ് സിംഹഭാഗം ആയത്തുകൾ. ആ 500-ൽ പരം ആയത്തുകൾക്കുള്ളിൽ കിടക്കുന്ന അഹ്കാം മതവിധികൾ അഥവാ ഫിഖ്ഹിയായ മതവിധികൾ, ഈ മതവിധികൾ പ്രോട്ടോക്കോളുകളാണ്, പെരുമാറ്റച്ചട്ടങ്ങളാണ്. ഈ പെരുമാറ്റച്ചട്ടങ്ങൾ മുഴുക്കയും പാലിക്കുമ്പോഴാണ് മാനവിയായിട്ട് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന പരാതി ഒഴിവായി കിട്ടുക. അതിന് നമുക്ക് എന്തു വേണ്ടതുണ്ട്? ഫത്തുൽ മുഈൻ കലക്കി കുടിക്കണം. ആ 500-ന്റെ പരിസരത്ത് നിൽക്കുന്ന ആയത്തുകളിൽ ഒതുക്കി വെച്ചിട്ടുള്ള അഹ്കാമുകൾ, അള്ളാഹു ഒതുക്കി വെച്ചിട്ടുള്ള ആ വിധികൾ, അതിനെ നാം ഫോളോ ചെയ്ത് ജീവിച്ചവരായി എന്ന് വരണമെങ്കിൽ നാം ഒരുപക്ഷെ മഹല്ലി കലക്കി കുടിക്കേണ്ടി വരും. തുഹ്ഫത്തുൽ മുഹ്താജ് കലക്കി കുടിക്കേണ്ടി വരും. എല്ലാവർക്കും അതിന് സാധിച്ചില്ലെങ്കിലും കുറെ ആളുകൾ, അത് സാധിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ അങ്ങനെയായിരുന്നല്ലോ എന്നുള്ളത് നോക്കിക്കൊണ്ട് മറ്റുള്ളവർ അനുധാവനം ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാകും. അപ്പോഴും എന്തായി? ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന ആ പരാതിയിൽ നിന്ന് രക്ഷപ്പെടുകയും